നമസ്കാരം, സാരഥിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഒരു പ്രഗത്ഭനായ ഒരു ഓൺട്രപ്രനോർ ആൻഡ് എ വണ്ടർഫുൾ ഓഥർ, പുതിയ ഓഥറാണ്. ലെറ്റ് മീ വെൽക്കം മിസ്റ്റർ ബിൻഷാദ് കൊളംബിൻ. താങ്ക് യു വെരി മച്ച്. ഇറ്റ്സ് എ പ്ലഷർ ഹാവിങ് യു ഓൺ സ്റ്റുഡിയോ ഫോർ ദിസ് ഇൻ്റർവ്യൂ. ഇറ്റ്സ് മൈ ഓണർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ NTVയിലൂടെ വി നോ ക്വൈറ്റ് സം ടൈം. അപ്പോൾ എന്തായാലും വളരെ വളരെ സന്തോഷം. ആദ്യം തന്നെ ലെറ്റ് മീ കൺഗ്രാറ്റുലേറ്റ് യു ഓൺ യുവർ ഫസ്റ്റ് ബുക്ക്. താങ്ക് യു. അപ്പോൾ സ്പെഷ്യലി ഷാർജ ബുക്ക് ഫെയർ നടക്കുന്ന ഒരു സമയവും അതെ, ഇറ്റ്സ് എ റൈറ്റ് ടൈം. ഐ ആം റിയലി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ്. യെസ്. അപ്പോൾ സോങ് ഓഫ് ഹ്യൂമൻസ്, യുവർ ഫസ്റ്റ് ബുക്ക് അല്ലേ? അതെ. എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് ഈ ബുക്കിൽ നിന്ന് കാണാൻ കഴിയുക? ഈ സോങ് ഓഫ് ഹ്യൂമൻസ് എന്നുള്ളത് ഞാൻ ആ പേര് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് പേരുകൾ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സോങ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും സംഗീതത്തിനെ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ സംഗീതത്തിനെ ആസ്വദിക്കുന്ന മനുഷ്യനൊരു സംഗീതമുണ്ട്. ആ സംഗീതത്തിനെ കുറിച്ച് നമ്മൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, പല വേർഷനിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റേതായ ഒരു വേർഷനിൽ അത് പറയാം. അപ്പോൾ അതിന് സോങ് ഓഫ് ഹ്യൂമൻസ് എന്നുള്ള മെയിൻ ടൈറ്റിലും പിന്നെ സബ് ഹെഡിങ് ആയിട്ട് മാസ് ക്യാപിറ്റൽ എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. മാസ് ക്യാപിറ്റൽ ഞാൻ ദാസ് ക്യാപിറ്റൽ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം ലോകം മുഴുവൻ ദാസ് ക്യാപിറ്റലിൻ്റെ വലിയ ഫോളോവേഴ്സായിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴും അതിനെ പിന്തുടരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ മാസ് ക്യാപിറ്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഒരു കൂട്ടം, ഇവരൊരു മൂലധനമായി മാറുന്നതിനെ കുറിച്ചാണ് ഞാൻ മെയിനായിട്ട് ഇതിൽ പ്രതിപാദിക്കുന്നത്. യെസ്, അത് ശരിക്കും മാസ് ഇസ് ഇൻഡീഡ് എ ക്യാപിറ്റൽ. ഇപ്പോൾ ഇന്ത്യ സിൻസ് പോപ്പുലേഷനിൽ ലീഡ് ചെയ്തപ്പോൾ വി ക്യാൻ സീ ദാറ്റ് പവർ അല്ലേ? അത് മാസ് എന്ന് പറയുമ്പോൾ മാസ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ മനുഷ്യനെ ഒരു കച്ചവട ചരക്ക് എന്നുള്ള രീതിയിലല്ല, അതല്ലാതെ അതിനെ വേറൊരു ആംഗിളിലൂടെയാണ് കാണുന്നത്. അതായത് നമ്മളുടെ ഒരു ഉൽപ്പത്തി മുതൽ, ഈ ഉൽപ്പത്തി തന്നെ ഇപ്പോൾ 2 വേർഷനിലാണ് ഞാൻ ഈ പുസ്തകത്തിൽ പറയുന്നത്. ഒന്ന് നമ്മളുടെ ഉൽപ്പത്തി സയൻറ്റിഫിക് വേർഷനിൽ പറയാം, നമ്മളുടെ ഡാർവിൻ്റെ തിയറിയും അല്ലെങ്കിൽ എവല്യൂഷൻ്റെ ആ തിയറിയും അതിൽ നിന്ന് തുടങ്ങി ഒരു സൈഡിൽ കൂടെയും, ഇപ്പുറത്ത് നമ്മളെ അബ്രഹാമിക് റിലീജിയൻസാണ് അതിൽ കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത്, പക്ഷേ മറ്റ് റിലീജിയൻസും എടുത്തിട്ടുണ്ട്. ഈ 2 വേർഷനെയും കൂടി കോറിലേറ്റ് ചെയ്തിട്ട് ഇത് വായിക്കുന്ന വായനക്കാരൻ്റെ സ്വാതന്ത്ര്യമാണ് എങ്ങനെ എടുക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇതിനെ രണ്ടിനെയും കൂടി കോറിലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ പുസ്തകത്തിൻ്റെ സ്റ്റാർട്ട് തുടങ്ങിയിട്ടുള്ളത്. പിന്നെ ഈ പുസ്തകം അവിടുന്ന് അങ്ങോട്ട് ഇനിയിപ്പോൾ ഇത് പാർട്ട് 1 ആണ്. ഇതിൽ ഇനി പറയാൻ ബാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ പാർട്ട് 2ലും പാർട്ട് 3ലുമായിട്ട് പറയണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓരോരോ നമ്മളുടെ സാമൂഹിക ജീവിതത്തിൽ, അതായത് നമ്മൾ ഡെയിലി കാണുന്ന സാമൂഹിക ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കാണുന്നു, ഈ കാര്യങ്ങളെ എങ്ങനെയൊക്കെയാണ് ഇവല്യൂഷൻ അല്ലെങ്കിൽ നമ്മളിൽ ഇവോൾവ് ചെയ്ത് വരുന്നത്, ഈ ഇവല്യൂഷന് തന്നെ ഒരു ഇവോൾവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ നിന്നാണ് ഈ പുസ്തകം വരുന്നത്. എന്ത് ഇമേജ് അല്ലെങ്കിൽ വാട്ട് ഇമേജ് ഓർ സെൻറ്റൻസ് ഓർ ലൈൻ മേഡ് യു ഫീൽ യെസ് ദിസ് വിൽ ബി എ ബുക്ക്? ആദ്യം മനസ്സിൽ തോന്നിയ വരി അല്ലെങ്കിൽ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? ഉണ്ട്. അതായത് ഇങ്ങനെയല്ല ഞാൻ ഈ പുസ്തകം ആദ്യം എഴുതാൻ വിചാരിച്ചത്. ഞാൻ ആദ്യം എൻ്റെ മനസ്സിൽ കുറേ കാലമായിട്ട് ഈ എഴുതണം എന്നുള്ള ഇതുണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് ഈ മലയാളത്തിൽ എഴുതണോ ഇംഗ്ലീഷിൽ എഴുതണോ, ഈ 2 ചോദ്യങ്ങളുണ്ട്. മലയാളത്തിൽ എഴുതുമ്പോൾ ഞാൻ അഡ്രസ്സ് ചെയ്യുന്നൊരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ ചെറുതായി പോകും. മലയാളികൾ എല്ലായിടത്തും ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ ഇൻ പോപ്പുലേഷൻ നമ്മൾ ഒരു ലിമിറ്റഡ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, അത് ഇംഗ്ലീഷിൽ തന്നെ ആവാം. പിന്നെ ഈ ഒരു ടൈറ്റിൽ എടുക്കുന്നതിന് മുന്നേ എൻ്റെ മനസ്സിൽ ആദ്യം ഈ കഥയല്ല, അല്ലെങ്കിൽ ഇങ്ങനെ, ഇത് കഥ എന്ന് പറയാൻ പറ്റില്ല, നോൺ ഫിക്ഷനാണ്, എങ്കിൽ കൂടി ഇങ്ങനെയല്ല ഞാനിത് എഴുതണമെന്ന് വിചാരിച്ചത്. അതായത് ഒരു പ്രപഞ്ചത്തിനൊരു കൺട്രോളർ, ഈ കൺട്രോളർക്ക് ഒരു ദിവസം തോന്നുകയാണ്. അതായത് ഈ കൺട്രോളർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാജിനറിയാണ്, അത് ഫിക്ഷനായിരുന്നു, ഇതുപോലെയല്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് ഇതുണ്ട്, ഗ്ലോബ്സ് ഉണ്ട്, ലെറ്റസ് എർത്ത് പോലെ തന്നെ. ഇതൊക്കെ ഒരു ബിസിനസ്സായിട്ട് പുള്ളി എടുക്കുകയാണെങ്കിൽ ഒരു ദിവസം പുള്ളിക്ക് തോന്നുകയാണ് ഈ എർത്ത് എന്ന് പറയുന്ന ഈ ബിസിനസ്സിനെ പുള്ളി ഒരു ഓഡിറ്റിന് വിധേയമാക്കുകയാണെങ്കിൽ എങ്ങനെ ആയിരിക്കും ആ ഓഡിറ്റ് റിപ്പോർട്ട് വരിക. അങ്ങനെ ഞാൻ ആ പുസ്തകത്തിന് പേരിട്ട് ഡിവൈൻ ഓഡിറ്റ് എന്ന് പേരിട്ടു. അത് എഴുതി തുടങ്ങിയിട്ട് കുറച്ച് എഴുതി തുടങ്ങിയപ്പോൾ അതിലുള്ളൊരു പ്രോബ്ലം ഫേസ് ചെയ്യുന്ന വെച്ചാൽ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിന് ഒരുപാട് പാരാമീറ്റേഴ്സ് വെച്ച് വേണം എഴുതാൻ. അപ്പോൾ അത് ഫിക്ഷനിലോട്ട് എഴുതുമ്പോൾ അത് എത്രമാത്രം പ്രേക്ഷകർക്ക് വായനക്കാർക്ക് കൺവേർട്ട് ആവും അല്ലെങ്കിൽ കണക്റ്റ് ആവും എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ഒരു ജേണലൊന്ന് മാറ്റി, എന്നിട്ട് മനുഷ്യൻ്റെ കഥ തന്നെ പറയാം, അത് നോൺ ഫിക്ഷനിൽ പറയാം. അപ്പോൾ വായനക്കാർക്ക് അതിൽ നിന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് എൻ്റെ മകനോട് പറയുന്നതായിട്ട് എഴുതി തുടങ്ങി. പക്ഷേ ഞാൻ സത്യത്തിൽ പറഞ്ഞത് എൻ്റെ മകനോട് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന തലമുറയിലുള്ള എല്ലാ കുഞ്ഞുങ്ങളോടും കൂടിയിട്ടാണ് പറഞ്ഞത്. ടാർഗറ്റ് ഓഡിയൻസ് ഈ ബുക്കിൻ്റെ ധാരാണ്? ആക്ച്വലി ഈ ബുക്കിന് ടാർഗറ്റ് ഓഡിയൻസ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇതൊരു കമേർഷ്യൽ പർപ്പസിൽ എഴുതിയൊരു പുസ്തകമല്ല. അപ്പോൾ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് ഇത് വായിക്കാൻ എനിക്കറിയില്ല ഇത് എത്ര മാത്രം ആളുകളിലേക്ക് എത്തും എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട്സ് അല്ലല്ലോ നമ്മൾ ഫിക്ഷൻ അല്ലാതെ എഴുതുന്ന സമയത്ത് വരുന്നത്. പക്ഷേ ഇതിന് കാലാന്തരത്തിൽ ഒബ്വിയസ്ലി എവിടെയോ ഒരു സ്ഥാനം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അതിൽ എത്തുന്ന ഓഡിയൻസ് അതിൽ നിന്ന് മനസ്സിലാക്കി തിരിച്ച് ഈ പുസ്തകത്തിനെക്കുറിച്ചും ഇതിൽ പ്രതിപാദിച്ച കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യും എന്നുള്ളതിലാണ് ആസ് എൻ ഓതർ ഞാൻ സിൻസിയർലി അന്ന് ഹാപ്പി ആയിരിക്കും. അത് കാണാൻ ഞാൻ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എൻ്റെ വരും തലമുറകളുണ്ടെങ്കിലും ഐ വിൽ ബി ഹാപ്പി ഫോർ ദാറ്റ്. ഡെഫിനറ്റ്ലി. ബിക്കോസ് ഈ ബുക്ക് ഇപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് കുറച്ച് ടൈമേ ആയിട്ടുള്ളൂ. ബട്ട് ഇതിനകത്ത് നമ്മൾ ബിഫോർ ദ ഇൻ്റർവ്യൂ ഇങ്ങനെ നോക്കുന്ന പല കാര്യങ്ങളുടെ ഇടയിലും ഞാൻ കണ്ട ഒരു കാര്യമുണ്ട്. ദാറ്റ് സ്ട്രൈക്ക് മീ. നമ്മുടെ ഇതിനകത്ത് എവല്യൂഷൻ ഓഫ് ക്ലാസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് മെൻഷൻ ചെയ്യുന്നതിൽ യു മെൻഷൻഡ് അബൌട്ട് ജേർണി. നമ്മുടെ മനുഷ്യനെ വെള്ളത്തോട് ഉപമിച്ച് എങ്ങനെയാണോ പല ഒറിജിനിൽ നിന്ന് വന്ന് മഹാസമുദ്രത്തിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ മേഘമായി പോകുന്നതോ അങ്ങനെ ഒരു വാട്ടറുമായിട്ടൊക്കെ കോറിലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അടുത്തൊരു പോർഷനിൽ ഐ ഹാവ് കം അക്രോസ് റീഇൻകാർണേഷൻ അല്ലെങ്കിൽ റീബേർത്ത് പോലത്തെ കാര്യങ്ങൾ. അപ്പോൾ ഡിഫറെൻറ്റ് റിലീജിയൻസ് ബിലീവ് ഇറ്റ് ഇൻ എ ഡിഫറെൻറ്റ് വേ. അപ്പോൾ ഈ ബുക്കിൽ ബിൻഷാദ് റിലീജിയൻ ആണോ സയൻസ് ആണോ അവിടെ കൂടുതൽ? രണ്ടുമാണ്. പിന്നെ ഡയാന പറഞ്ഞ ഒരു കാര്യം, അതായത് ഞാൻ അതിനൊരു വെള്ളത്തോട് ഉപമിച്ച് അത് നദിയിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇപ്പോൾ ഒരാഴ്ച മുന്നേ ഞാൻ എൻ്റെ ഗുരുതുല്യനായ ഡോക്ടർ സുനിൽ പി ഇളയിടം സാറിനാണ് പുസ്തകത്തിൻ്റെ ഒരു കോപ്പി കൊടുത്തിട്ട് ഞാൻ ഇപ്പം അടുത്താണ് പുസ്തകത്തിൻ്റെ കോപ്പി കിട്ടിയത്. അപ്പോൾ പുള്ളിയുടെ ഒരു പ്രസംഗത്തിൽ പുള്ളി പറയുന്നുണ്ട്, ഈ സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടുമുറ്റത്ത് മാത്രമല്ല കെട്ടിയിട്ടൊരു തോണിയാണെന്ന് വിചാരിക്കുന്നിടത്താണ് നമുക്ക് ഏറ്റവും വലിയ തെറ്റ് വരുന്നത്. അത് അതിന് മുന്നേ ഒരുപാട് കടവുകളിൽ നിന്നിട്ടുണ്ട്. ആ കടവുകളിലൊക്കെ അത് യാത്ര ചെയ്ത് പല കടവുകളിൽ നിന്നും ഇങ്ങനെ ഇനി അത് നമുക്ക് ശേഷവും മുന്നോട്ട് പോകും. ഇതിൽ നിന്നാണ് എനിക്ക് ആ ഒരു ഒഴുകുന്ന വെള്ളത്തിനെ കുറിച്ചുള്ള ഇത് സത്യമായിരിക്കും. നമ്മളിപ്പോൾ ഈ കാണുന്ന എൻ്റെ നാട്ടിലൂടെ ഒഴുകുന്നൊരു പുഴ ഭാരതപ്പുഴ, ഈ ഭാരതപ്പുഴ തുടങ്ങുന്നത് വേറെ എവിടെയോ ആണ്. അതിൽ ആ വെള്ളത്തിൽ തൊട്ടവരും മറ്റാരൊക്കെയോ ഉണ്ടാവും. ഇതുപോലെ തന്നെയാണ് മനുഷ്യജീവിതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ തുടക്കം അത് സയൻറ്റിഫിക് ആയാലും സ്പിരിച്വൽ ആയാലും റിലീജിയസ് ആയാലും വെദർ യു ഹാവ് എ ബർത്ത് ദെൻ അത് വേറൊരു ആംഗിളിലൂടെ തന്നെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇനി റീഇൻകാർണേഷനെ കുറിച്ചാണെങ്കിൽ ഈ പുസ്തകത്തിൽ ഏറ്റവും ഞാൻ ആസ് എൻ ഓതർ എൻ്റെ വായനക്കാരോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യുവർ ചോയ്സ് വെദർ യു ഹാവ് ടു ഫോളോ വാട്ട് യു വാണ്ട്. ഐ മീൻ നിങ്ങൾ സ്പിരിച്വലി അതിനെടുത്താലും കുഴപ്പമില്ല, നിങ്ങൾ സയൻറ്റിഫിക്കലി അതിനെടുത്താലും പ്രശ്നമില്ല. അപ്പോൾ ഈ രണ്ട് കോറിലേഷനെയും കൂടിയും, അതായത് സയൻസ് പറയുന്നു, ഇനിയിപ്പോൾ സയൻസ് ഇന്ന് പറയുന്ന റീഇൻകാർണേഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് നാളെ ചിലപ്പോൾ സയൻസ് മറ്റെന്തെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ ഇപ്പുറത്തെ റിലീജിയൻ അത് പറഞ്ഞിട്ടുണ്ടാവാം. ഇനി റിലീജിയൻ പറയുന്ന മറ്റൊരു കാര്യത്തിനെ തിരിച്ചും പറഞ്ഞേക്കാം. ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് മനുഷ്യൻ്റെ ഒരു എന്താ പറയുക ബെറ്റർ ആവാനുള്ള ആഗ്രഹം. ഈ ബെറ്റർ ആവാനുള്ള ആഗ്രഹം മനുഷ്യകുലം എന്ന് ഭൂമിയിൽ പിറവിയെടുത്തോ അല്ലെങ്കിൽ അവൻ്റെ ബുദ്ധിക്കൊരു വികാസം ഉണ്ടായോ അന്ന് മുതൽ ഈ ബെറ്റർ എന്നുള്ള ഒരു വേർഡ് നമ്മളുണ്ട്. അത് ഏറ്റവും ചെറിയ ഉദാഹരണത്തിൽ ഞാൻ പറഞ്ഞു. അതായത് നമുക്ക് അടുത്തൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമുക്ക് എത്തണം. അപ്പോൾ നമുക്ക് എത്താൻ നമ്മളെ മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം എങ്ങനെയെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ എത്തുക എന്നുള്ളതാണ്. എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും വളരെ തിരക്കിലൊരു ട്രെയിനാണെങ്കിൽ അതിനുള്ളിലൊന്ന് കയറി പറ്റിയാൽ മതി. ഇത്രയേ ഉള്ളൂ നമുക്ക് ആഗ്രഹം, ജസ്റ്റ് ഒന്ന് കയറി പറ്റുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആഗ്രഹം ഓക്കെ അതിൽ കയറി പറ്റുക, ഐ ഹാവ് സക്സീഡഡ്, ഞാൻ എൻ്റെ ആ ഒരു ഇത് കോൺക്രീറ്റ് കയറി പറ്റി കഴിഞ്ഞ് ഒരല്പ ദൂരം ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് കുറച്ചൊരു സമാധാനത്തിൽ നിൽക്കാൻ പറ്റണം, എവിടെയെങ്കിലും ഒന്ന് പിടിക്കാൻ പറ്റണം. ഓക്കെ, ഇനി എവിടെയെങ്കിലും ഒന്ന് നമ്മൾ കൈ പിടിച്ച് നിൽക്കുക എന്ന് വിചാരിച്ചോ, അടുത്തത് നമ്മൾ നോക്കുന്നത് മറ്റൊരു സീറ്റിലേക്കായിരിക്കും. ആരെങ്കിലും എഴുന്നേൽക്കുന്നുണ്ടോ? ഇനി എഴുന്നേറ്റ് ആ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ അടുത്ത നിമിഷം മുതൽ മനസ്സ് ബെറ്റർമെൻറ്റിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും ഈ വിൻഡോ സീറ്റിൻ്റെ അടുത്തേക്കൊന്ന് ഇരിക്കാൻ പറ്റും. ഇങ്ങനെയാണ് മനുഷ്യകുലം പോകുന്നത്. ഇത് ഒരിക്കലും അവസാനിക്കില്ല. ഈ അവസാനിക്കാത്ത ത്വരയാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. ഇതിനൊരു പ്രശ്നം കൂടിയുണ്ട്. അതായത് അതിന് ഞാനിതിൽ കൊടുത്ത പേര് കൗണ്ടർ പ്രൊഡക്റ്റ് എന്നാണ്. അതിന് മറ്റെന്തെങ്കിലും പേരുണ്ടോ, ഇനി ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്നൊക്കെ പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാം. ഈ സാധനം നമ്മളൊരു സമൂഹത്തിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനൊരു കൗണ്ടർ പ്രൊഡക്റ്റ് കൂടി ഉണ്ടാകും. ഇപ്പോൾ ഒരു സമൂഹത്തിൽ ഒരു സമൂഹം ഫോം ചെയ്തു. ഈ സമൂഹം ഫോം ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ അതിൽ പറയുന്നുണ്ട്. ക്ലാസ് എങ്ങനെ ഫോം ചെയ്യുന്നില്ല. ക്ലാസ് ഫോം ചെയ്യുന്നത് എൻ്റെ ഒരു അസംഷനിൽ, അതായത് ഇപ്പോൾ നമ്മൾ ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് ഒരു 10 പേര് ജീവിച്ചു തുടങ്ങിയെന്ന് വിചാരിക്കുക. ജസ്റ്റ് ഇമാജിൻ,
ജീവിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ പ്രൈം ഫോക്കസ് എന്തായിരിക്കും? ഭക്ഷണം, താമസം, അതായത് സർവൈവലിനില്ല, അല്ലെങ്കിൽ വെള്ളം. ഈ സാധനത്തിന് ഇവർ കൂട്ടായ ഒരു പരിശ്രമം ആദ്യം നടത്തും. പക്ഷേ ഈ കൂട്ടായ പരിശ്രമം നടത്തുന്നതിൻ്റെ ഇടയിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് ദിവസം ആകുമ്പോൾ മടുക്കും. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വെള്ളം എടുക്കുന്ന ഒരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഭക്ഷണം എടുക്കുന്നത് ഒരു ഗ്രൂപ്പ്, ഷെൽട്ടർ കണ്ടുപിടിക്കുന്ന ഒരു ഗ്രൂപ്പ്. ഇതിനാണ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ക്ലാസ് ഫോം ചെയ്യുന്നത്. ഈ ക്ലാസ് പക്ഷേ മനുഷ്യ സമൂഹം ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ ക്ലാസ് പിന്നെ സബ് ക്ലാസ് ആവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇന്ന ഭക്ഷണം ഇന്ന സൈഡിൽ നിന്ന് കണ്ടുപിടിക്കുന്നവനൊരു ക്ലാസ്. പക്ഷേ ഇവരുടെ ജനറേഷൻ മാറി 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 വരുമ്പോൾ എന്താണെന്ന് പറയും, ഇവരുടെ ജനറേഷനിലോട്ട് പാസ് ചെയ്യുന്ന ഒരു മെസ്സേജ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഈ ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിൽ ജനിച്ച ഞങ്ങൾ ഇതാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരിലേക്ക് അടിച്ചേൽപ്പിക്കും. അതായത് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. അവർക്കൊരിക്കലും ഇത് ജമ്പ് ചെയ്ത് ഇപ്പുറത്തോട്ട് വരാൻ പറ്റും. ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ്റെ അല്ലെങ്കിൽ ഈ 100 വർഷത്തെ ഇപ്പുറത്തെ മനുഷ്യൻ്റെ കഥയല്ല ഈ പറയുന്നത്. അതിനും എത്രയോ മുന്നേ നമുക്കിപ്പോൾ ഈ ചേഞ്ചസ് മുഴുവൻ കണ്ടിട്ട് ഈ കൺമുന്നിൽ കാണുന്ന വെളിച്ചത്തിൻ്റെ മുന്നിൽ നിന്നിട്ടാണ് നമ്മൾ പഴയ ഇരുട്ടിനെ മുഴുവൻ മറക്കുന്നത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ശക്തനായവൻ അതിൻ്റെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു പൊസിഷനിലോട്ട് വരും. അപ്പോൾ അവൻ്റെ ഡിസെൻഡൻസ് എന്താവും? ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനെ കൺട്രോളിങ്. അപ്പോൾ ഇതിലൊരു ചാപ്റ്റർ ഉണ്ട്, അതായത് ഈ കൺട്രോളിങ് ക്ലാസ്സും പിന്നെ ഇതിന് വിധേയപ്പെട്ട് നിൽക്കുന്ന ക്ലാസ്സും, ഈ 2 ക്ലാസ്സിനെ കുറിച്ചും പറയുന്നുണ്ട്. ഇതെല്ലാ വളരെ ചുരുക്കം കാലഘട്ടങ്ങളിലാണ് ഇത് ഓവർകം ചെയ്യുള്ളൂ. ഇതിനെ ഓവർകം ചെയ്യുള്ളൂ. അതാണ് ഞാൻ ഇതിൻ്റെ പറഞ്ഞ കൗണ്ടർ പ്രൊഡക്റ്റ്. കൗണ്ടർ പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉദ്ദേശത്തിലൊരു ക്ലാസ് ഫോം ചെയ്യുന്നത്, പക്ഷെ കാലാന്തരത്തിൽ ഈ നല്ല ഉദ്ദേശത്തിൽ ഫോം ചെയ്ത ക്ലാസ് എന്തായി മാറുന്നത്? അതിനേക്കാൾ വലിയ ദ്രോഹം മനുഷ്യ സമൂഹത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ വായിക്കുന്നതും നമ്മൾ പഠിക്കുന്നതുമായ എല്ലാ ചരിത്രവും നമ്മളെന്താണ്, യുദ്ധവീരന്മാരെക്കുറിച്ചും ജയിച്ച കഥകളെക്കുറിച്ചും രാജാക്കന്മാർ അവർ വെട്ടിപ്പിടിച്ച സാമ്രാജ്യത്തിനെ കുറിച്ചും ഇതിനെക്കുറിച്ച് മാത്രമാണ് പഠിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ജീവിച്ച അനേകം മില്യൺ കണക്കിന് മനുഷ്യന്മാർ, ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ, ഇവർക്കും ഉണ്ടായില്ലേ ഒരു കുടുംബം, ഇവർക്കും ഉണ്ടാവില്ലേ അവരുടേതായ ഒരു സാമൂഹിക ചുറ്റിപ്പാട്? ഇതിനെക്കുറിച്ച് ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ട്? ആ സംസാരിക്കാത്ത കാര്യത്തിനെ കുറിച്ചാണ് എനിക്ക് സംസാരിക്കേണ്ടത്. അതാണ് ഈ പുസ്തകത്തിൻ്റെ എൻ്റെ പ്രൈം മോട്ടോ. വെരി ഗുഡ്. ശരിക്കും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഇപ്പോൾ സംസാരിച്ചപ്പോൾ തന്നെ ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടുന്നുണ്ട്. അത്ര ഇൻട്രസ്റ്റിംഗ് ആവില്ല എങ്കിലും ഇല്ല, അതിനോട് ഞാൻ വിയോജിക്കും. കാരണം ഞാനിതിനകത്തൊരു 2 പേജ് വായിച്ചിട്ടുണ്ട്. ആ 2 പേജ് വായിക്കുമ്പോഴും എൻ്റെ മനസ്സ് പറഞ്ഞത് ഇത് ഇങ്ങനെ ഈ ഒരു ഇതിലല്ല ഇരിക്കേണ്ടത്, ഐ ഷുഡ് സിറ്റ് ആൻഡ് റീഡ് എന്ന് എനിക്ക് ഉള്ളിത്തട്ടി ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം സം ബുക്സ് ആർ ലൈക്ക് ദാറ്റ്, ക്യാപ്റ്റിവേറ്റിംഗ്. ഒരു ചാപ്റ്റർ വായിച്ച് വെച്ച് കളയാനുള്ളതല്ല, യു ഹാവ് ടു ഫിനിഷ് ഇറ്റ് ആൻഡ് ദെൻ ജസ്റ്റ് ഗോ. ചില ബുക്സ് ഉണ്ടല്ലോ നമ്മൾ പിന്നെയും പോയി വായിക്കും, അതുപോലെ വായിക്കാൻ പറ്റിയ ഒരു ബുക്കായിട്ട് തന്നെയാണ് എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ആഫ്റ്റർ റീഡർ റീഡ്സ് യുവർ ബുക്ക്, അടച്ചു കഴിയുമ്പോൾ വാട്ട് ഫീലിംഗ് വുഡ് ദാറ്റ് പേഴ്സൺ ബി വാക്കിംഗ് ഔട്ട് വിത്ത്? ആ ഒരു വായനക്കാരന് ഇനീഷ്യലി, അതായത് വായിച്ചു തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിലാണ് ഞാൻ പറയുന്നത്, എനിക്കറിയില്ല, എൻ്റെ പെർസ്പെക്റ്റീവിലാണ്. ഒരു പക്ഷേ ഇത് ഓക്കെ, ഒരു അച്ഛൻ മകനോട് എന്തോ പറഞ്ഞു തുടങ്ങുന്നതിനടുത്താണ്. പക്ഷെ ആ പറഞ്ഞു തുടങ്ങുന്നിടത്ത് തന്നെ ഞാൻ സത്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. യു സ്പീക്ക് ദ ട്രൂത്ത്. അതായത് ഞാൻ എൻ്റെ മകനോട് അല്ലെങ്കിൽ ഇനി വരുന്ന എല്ലാ കുഞ്ഞുങ്ങളോടും പറയുന്നുണ്ട്, യു സ്പീക്ക് ദ ട്രൂത്ത്, ലെറ്റ് ഇറ്റ് എക്കോ എന്നുള്ള രീതിയിൽ. ഇനി അവിടുന്ന് അങ്ങോട്ട് വായിക്കുമ്പോൾ പുസ്തകം ഒരു ടേക്ക് ഓഫിൻ്റെ പീരീഡിൽ എവല്യൂഷൻ്റെ എവോൾവിനെ കുറിച്ച് എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു ബിലീഫ് സിസ്റ്റം ഫോം ചെയ്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ബിലീഫ് സിസ്റ്റം ഫോം ചെയ്തതിനെ കുറിച്ചൊക്കെ ഞാൻ ഓക്കെ, ഇന്ന സ്ഥലത്ത് ജനിച്ചു, ഇന്നൊരു ഇതിൽ ജനിച്ചത് കൊണ്ട് ഞാൻ ഇങ്ങനെയായി എന്നുള്ളതിൽ നിന്ന് മാറി ചിന്തിച്ചിട്ട് എന്ന് കരുതി ഞാൻ മതപരിവർത്തനം നടത്തണമെന്നല്ല അതിനർത്ഥം. അതായത് ഓക്കെ, എൻ്റെ തോട്ട്സ് ഇത്രയും നാരോ ആയിരുന്നതിനെ കുറച്ചുകൂടി ബ്രോഡായിട്ട് എനിക്ക് കണ്ടെത്താൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്, ആ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് വായനക്കാരിൽ നിന്ന് കിട്ടും. അതായത് വായിച്ചു കഴിയുമ്പോൾ കിട്ടും. ഇതിൻ്റെ അടുത്ത പതിപ്പിലിനി വരാൻ പോകുന്നത് എന്താണെന്നുള്ള ഒരു ജിജ്ഞാസ ജനിപ്പിക്കുക, ആ ഒരു എന്തൂസിയാസം ജനിപ്പിക്കുക എന്നുള്ളതാണ്. എന്ന് കരുതിയിട്ട് ഈ പുസ്തകത്തിൻ്റെ സെയിൽ കൂട്ടാൻ വേണ്ടിയിട്ട് ആ ജിജ്ഞാസം ജനിപ്പിക്കണമെന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സമൂഹത്തിനോടുള്ള ഒരു കടമയുണ്ട്, അത് നിറവേറ്റിയിട്ട് ഓക്കെ, ഇദ്ദേഹത്തിന് ഇനി എഴുതാനും ഇനി പറയാനുള്ളത് റിലവൻ്റായ കാര്യങ്ങളായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെ, ബിൻഷാദിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ യു ഹവ് ട്രാവൽ more than 37 countries അല്ലേ? ഈ ട്രാവൽ ചെയ്തത് ഒരു പക്ഷേ ഇതിന്
എന്താ പറഞ്ഞത്, പലതരം ആളുകൾ. ഇപ്പം നമ്മൾ ഇപ്പോൾ വി ആർ ലിവിങ് ഇൻ എ കൺട്രി വേർ ഇൻ വി ഹാവ് മൾട്ടി നാഷണൽസ്, ബട്ട് സ്റ്റിൽ ഓരോ രാജ്യങ്ങളിൽ ചെന്ന് അവരുടെ കൾച്ചർ ഫീൽ ചെയ്തത് കൊണ്ടാണോ ഇങ്ങനെ ഇത്രയേറെ ഇൻഡെപ്ത് ഇങ്ങനെ ഒരു തോട്ട് മനസ്സിലേക്ക് വരാൻ കാരണം? അതായത് ഈ വായിക്കാനുള്ള ഒരു ത്വര എപ്പോഴോ ചെറുപ്പത്തിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് ജനിപ്പിച്ച, അതായത് എൻ്റെ വളരെ അടുത്ത, അതായത് ഉമ്മയുടെ അനിയത്തി എന്ന് പറയാം, കസിൻ സിസ്റ്റർ, ഉമ്മയുടെ കസിൻ സിസ്റ്റർ. പക്ഷേ പുള്ളിക്കാരി അവിടുത്തെ ഒരു നോർമൽ ലൈബ്രറിയിൽ മെമ്പറാണ്, ഇപ്പോൾ ഷാർജയിലുണ്ട്. ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി എ ബിഗ് താങ്ക്സ് ഫോർ ഹർ. പേര് പറഞ്ഞോളൂ. നസീം. അപ്പോൾ പുള്ളിക്കാരി ഈ ലൈബ്രറികളിൽ നിന്ന് പുസ്തകങ്ങൾ എടുത്തു വന്നിട്ട് ഞങ്ങളന്ന് കുറേ കസിൻസ് ഉണ്ട്, ഞങ്ങൾക്ക് ഒരു എന്താണ് ചുറ്റിലിരുന്ന് കഥ പറഞ്ഞു തരുന്ന ഒരു ഫീലില്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഈ കഥകളോടും അല്ലെങ്കിൽ ഈ പുസ്തകങ്ങളോടും ഉള്ളൊരു ഇത് ഉണ്ടാക്കി. എന്നിട്ട് അവിടുന്ന് അങ്ങോട്ട് പിന്നെ വായിക്കാൻ, എന്തെങ്കിലും ഒരു സാധനത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ വായിക്കാൻ തുടങ്ങി. പിന്നെ ഓക്കെ, കേരളത്തിൽ തന്നെയാണ് സ്കൂളിങ്ങൊക്കെ കംപ്ലീറ്റ് ചെയ്തത്. പക്ഷെ അതിന് ശേഷം പിന്നെ നമ്മൾ പ്രൊഫഷണൽ കോഴ്സൊക്കെ ആയിട്ട് അതർ സ്റ്റേറ്റിലോട്ട് ട്രാവൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ കണ്ടതോ നമ്മൾ കാണുന്നതോ മാത്രമല്ല ജീവിതങ്ങൾ എന്നുള്ളതിൻ്റെ ഒരു പരിച്ഛേദം കണ്ടു തുടങ്ങി. അതിനപ്പുറത്തേക്ക് ദൈവസഹായം കൊണ്ട് കിട്ടിയ ജോബാണെങ്കിൽ എക്സ്റ്റെൻസീവ് ട്രാവൽ വേണം. ആദ്യം കിട്ടിയ ജോബ് ഇന്ത്യ മുഴുവൻ ട്രാവൽ ചെയ്യണം. പിന്നെ രണ്ടാമത് കിട്ടിയ ജോബാണെങ്കിൽ അക്രോസ് ദ ഗ്ലോബിൽ പല കൺട്രീസിൽ പോകണം. ഈ പോയി കണ്ട്, അതായത് മനുഷ്യന്മാരെ കാണാൻ തുടങ്ങിയപ്പോൾ ഞാൻ എപ്പോഴും അവരെ വാച്ച് ചെയ്യുന്നത്, എയർപോർട്ടിലാണെങ്കിലും അല്ലെങ്കിൽ യാത്രകളിലാണെങ്കിലും വാച്ച് ചെയ്യുന്നത്, ഇവർക്കൊക്കെ ഒരു കോമൺ കണക്ടിവിറ്റി ഉണ്ട്, എന്തോ ഒരു കണക്ടിവിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് ഈ അതിനെക്കുറിച്ചും ഇനി പുസ്തകം പറയുന്നുണ്ട്. അതായത് ടെറൈനിൽ വരുന്ന മാറ്റം കൊണ്ടാണ് ചിലവർ കറുത്ത വർഗ്ഗക്കാരോ അല്ലെങ്കിൽ ചിലർ വെളുത്തവരോ അല്ലെങ്കിൽ ഇരുന്നറോ മൂക്ക് താഴ്ന്നവരോ ഇങ്ങനെയൊക്കെ ആവുന്നത്. അല്ലാണ്ട് അതിന് മറ്റൊരു ഫാക്ടറും അതിലില്ല. അപ്പോൾ ഇവരൊക്കെ എല്ലാവരും ഒരേ ലക്ഷ്യത്തിൽ, അതായത് എൻ്റെ ബെറ്റർ ടുമോറോ എന്നുള്ള ലക്ഷ്യത്തിലാണ്. ഇപ്പോൾ കൊടും യുദ്ധം നടക്കുന്ന ഒരു സ്ഥലത്തുള്ള ഒരാളാണെങ്കിലും അവന് ചെറിയൊരു ഹോപ്പിൻ്റെ അംശമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ബെറ്റർ ആവും എന്നുള്ള ആ ഒരു തോട്ടിലാണ് ഈ പുസ്തകം ഡെവലപ്പ് ചെയ്തെടുത്തത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ യാത്ര ചെയ്ത രാജ്യങ്ങൾ, അതിൽ അതിസമ്പന്ന രാജ്യങ്ങളിലും യാത്ര ചെയ്തിട്ടുണ്ട്, അതിദാരിദ്ര്യ രാജ്യങ്ങളിലും യാത്ര ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ കണ്ടത് മനുഷ്യൻ്റെ ഒരു കോമൺ ആയിട്ടുള്ളൊരു ഫാക്ടർ ഞാൻ കണ്ടത് ഇതാണ്. അതായത് എല്ലാവർക്കും വേണ്ടത് ബെറ്റർ ആവുക. ഇപ്പോൾ അത് ഡയാന ആണെങ്കിലും ശരി, ഇപ്പോൾ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ക്രൂ ആണെങ്കിലും, ഇവർക്കൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബെറ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ NTV ഓക്കെ അടുത്ത സ്റ്റെപ്പിലോട്ട് ചെയ്യണം. ഇത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു തോട്ട് പ്രോസസ്സാണ്. പിന്നെ ഇതിൻ്റെ കൗണ്ടർ പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഒരു സ്റ്റെപ്പ് നമ്മൾ അങ്ങോട്ട് എടുക്കുമ്പോൾ ഇപ്പുറത്തൊരു കൗണ്ടർ പ്രൊഡക്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഫോം ചെയ്തിട്ടുണ്ടാകും. ഇതാണ് ഇതിൻ്റെ ഒരു ബേസ്. വളരെയധികം ഹാപ്പിയാണ് ഞാൻ ആഫ്റ്റർ ദിസ് ഇൻ്റർവ്യൂ ടു അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് യുവർ ബുക്ക്. ഇതിനകത്ത് അടുത്ത ബുക്സ് വരുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ഇനിയിപ്പോൾ എഴുതി തുടങ്ങണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു സമയം വേണമല്ലോ. ഇതിനിടെ സാരഥിയിൽ നമ്മൾ വരുന്ന ഗസ്റ്റുകളോട് ചോദിക്കും, സാരഥിയിൽ മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഗസ്റ്റുകളാണ് വരല്. അപ്പോൾ ഒക്കെ നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എങ്ങനെ സ്വന്തം ഒരു 24-hour ഡേ എങ്ങനെ മാനേജ് ചെയ്യുന്നു സോ ദാറ്റ് യു ക്യാൻ ഡു മൾട്ടിപ്പിൾ തിങ്സ്. ഇവിടെ യു ആർ എൻ ഓൺട്രപ്രനർ, യു ഹാവ് യുവർ ബിസിനസ്സസ് റണ്ണിങ് അക്രോസ് ദ വേൾഡ്. അപ്പോൾ യാത്രകളുണ്ട്, ഫാമിലി ഉണ്ട്, കുട്ടി, അതിനെക്കുറിച്ച് ഒക്കെ ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. അമിഡ്സ്റ്റ് ഓൾ ഓഫ് ദിസ്, ഈ എഴുതാനും ചിന്തിക്കാനും, ഇത് ഹൗ ഡു യു പ്ലാൻ യുവർ ടൈം? ഈ എഴുതാനുള്ള സമയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്ക്സ് ടു ടെക്നോളജി കുറച്ചും കൂടി ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ടൈപ്പ് ചെയ്യാനുള്ള സിസ്റ്റം ഉള്ളതുകൊണ്ട് ഐ വാസ് ഏബിൾ ടു ടൈപ്പ്. പിന്നെ ഇതിനെടുത്ത ടൈം മിക്ക ദിവസങ്ങളിലും രാത്രി മിഡ് നൈറ്റുകളാണ്. കുറച്ച് സമയം നമ്മൾ അതിനു വേണ്ടി മാറ്റി വെച്ചിട്ടാണ് എടുത്തത്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പുസ്തകം എഴുതി തീർക്കാനെടുത്ത സമയത്തിനെ കുറിച്ച് പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര സെൽഫ് ബൂസ്റ്റിംഗ്. ഞാൻ ഒരിക്കലും റേഡിയോയിൽ അങ്ങനെ പറഞ്ഞിട്ടതായി. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഞാൻ എഴുതി തീർത്തത്. പക്ഷേ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എഴുതി തീർത്തത് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ കൂടെയാണ് നടക്കാറ്. പിന്നെ ഈ ചിന്തിക്കാനും ഇതിന് വായിക്കാനും ഉള്ളത് യാത്രകളിൽ തന്നെ ഇഷ്ടംപോലെ സമയം കിട്ടുമല്ലോ. അതായത് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൈഫൈ ഇല്ലാതെ ഫ്ലൈറ്റിൽ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇറങ്ങുന്നത് വരെ ഇഷ്ടംപോലെ സമയമാണ്. വെരി പീസ്ഫുൾ ടൈം. അപ്പോൾ ആ സമയങ്ങളും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതെല്ലാം കൂടി അങ്ങനെ മാനേജ് ചെയ്ത് പോകാൻ പറ്റും. ഫാമിലി, വൈഫ് ഇവിടെ ഡെന്റിസ്റ്റാണ്, അവൾക്ക് സ്വന്തമായിട്ട് ക്ലിനിക് ഉണ്ട്. ഷീ ഈസ് എ ഡോക്ടർ. ഓൾമോസ്റ്റ് ഒരു 9 years ആയിട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. പിന്നെ 2 പിള്ളേർ, അവർ ഒരാൾ 12 ഏജ്, പിന്നെ രണ്ടാമത്തെ ആൾ 9. അവരുടെയൊക്കെ പേരും കൂടി പറയാം. നൗഷിത, ഡോക്ടർ നൗഷിത. പിന്നെ മോൻ്റെ പേര് ഇലാൻ ആദം. ചെറിയ ആൾ ഇമാനീസ. ഇവർ ജെയിംസ് കാംബ്രിഡ്ജിൽ പഠിക്കുന്നത്. ഇവിടെ ഹാപ്പി വി ആർ ലിവിങ്.
ഓക്കെ, എന്നാലും താങ്ക് യു സോ മച്ച് ബിൻഷാദ്. വി വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഈ ബുക്ക് എവിടെ ആയിരിക്കും വാങ്ങിക്കാൻ സാധിക്കും? ഇത് ഓൺലൈനിലാണെങ്കിൽ ആമസോണിൽ ഓൾറെഡി അവൈലബിൾ ആണ്. ബട്ട് ആമസോൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ US പ്രൈസിലാണ് ഇട്ടിട്ടുള്ളത്. കാരണം ഇവിടുത്തെ എന്തോ ക്രൈറ്റീരിയ പ്രകാരം അങ്ങനെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇത് ഐവറി ബുക്സ് ആണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഐവറി ബുക്സിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ യു ക്യാൻ ബൈ ഇറ്റ് ഓൺ ആൻ Indian rate. Only postal charges you have to pay. ivorybooks.in. അതിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കോപ്പീസ് കിട്ടും. ഇനി അതല്ല, ഇഫ് യു വാണ്ട്, ഐ മീൻ definitely NTV can also support. Yes, physical copies വേണമെങ്കിൽ to reach out to the author himself directly നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. NTV will make sure your message reaches out. Sure. Thank you so much and wishing you all the very best. Thank you very much. NTV UAE to the world.